ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭഗവൽപൂരിലെ ആസ്ഥാന മന്ദിരം അതിപ്പോൾ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊരു വെല്ലുവിളി അങ്ങനെയാണോ വരുത്തേണ്ടത്? അതായത് ഇന്ത്യ തകർത്തതാണത്. മറ്റേ 9 കേന്ദ്രങ്ങൾ അവിടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അതെ, അതിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ ബഹവൽപൂരിലെ ഈ കേന്ദ്രം. അവിടെ ഇപ്പോൾ പണി നടക്കുന്നതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ വെളിവാക്കുന്നുണ്ട്. ആ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആ 15 ഏക്കർ ആ വളപ്പിലെ നീന്തൽക്കുളം തുറന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി താമസിയാതെ ക്ലാസ് ഉണ്ടല്ലോ, ഈ മസ്തിഷ്ക പ്രക്ഷാളനം, ജിഹാദ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ, അതും തുടങ്ങും കുട്ടികൾക്കുള്ളത് എന്നുള്ളതാണ്. നമ്മൾ 9 പഹൽഗാമിന് ശേഷം അവരുടെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ബഹവൽപൂർ. മറ്റേത് ലഷ്കർ എ തൈബയുടെ മുരിദ്കയിലെ കേന്ദ്രം, വേറൊരു ഭീകര കേന്ദ്രവും നമ്മൾ ആക്രമിച്ചിരുന്നതാണ്. പാകിസ്ഥാനിലും POKയിലും നമ്മൾ വിവിധ അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇത് ബഹവൽപൂർ ജമാ ഈ മസ്ജിദ് സുബാനുള്ള മദ്രസ, ആ മദ്രസയുടെ അകത്തെ നീന്തൽക്കുളം ആണ് ഇത്. 600 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്ത് പഠിക്കുന്നുണ്ട്? ഈ ജിഹാദൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിദഗ്ധൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നീന്തൽക്കുളം ആ മദ്രസയ്ക്ക് നിൽക്കുന്ന നമ്മൾ തകർത്ത ആ വളപ്പിലെ നീന്തൽക്കുളം തുറന്നു എന്ന് കേട്ടാൽ ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നും. അങ്ങനെ തള്ളിക്കളയരുത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹവൽപൂരിലെ പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അവരിങ്ങനെ നീന്തി രസിക്കാനും ഒക്കെ വരുന്ന സ്ഥലമാണത്. ആ പാവപ്പെട്ട കുട്ടികളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത് ജിഹാദിന് വേണ്ടി. അപ്പോൾ ISI ഒരു കാരണവശാലും ഈ ബഹവൽപൂര് ഭീകര കേന്ദ്രമാണ്, നമ്മൾ ആക്രമിച്ചതാണെങ്കിലും അത് അടയ്ക്കാൻ പോകുന്നില്ല, അത് പ്രോത്സാഹിപ്പിക്കുന്നു. അത് വീണ്ടും തുറക്കാനുള്ള സഹായങ്ങൾ അവരുടെ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസ് ISI ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുമ്പും ജെയ്ഷെ മുഹമ്മദ് ഈ നീന്തൽക്കുളം ഉപയോഗിച്ചതായിട്ട് നമ്മുടെ ഈ ചരിത്രത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് 2019 പുൽവാമയിൽ മറ്റേ CRPF കോൺവോയെ ആക്രമിച്ചിട്ട് 40 CRPF ഭടന്മാർ കൊല്ലപ്പെട്ടല്ലോ, പുൽവാമ ആക്രമണം. ആ ആക്രമണം നടത്തിയിരുന്ന 4 പേര് തൻഹ റഷീദ് അൽവി, മുഹമ്മദ് ഇല്യാസ് അൽവി, റഷീദ് ബില്ല, മുഹമ്മദ് ഉമർ ഫറൂഖ്, ഇവർ 4 പേരും ഈ നീന്തൽക്കുളത്തിൽ നീന്തി കഴിഞ്ഞിട്ടാണ് മറ്റേ പുൽവാമയിലെ ആക്രമണത്തിന് പോയത്. അത് നമ്മളുടെ ഈ കേസിൻ്റെ അകത്തുമൊക്കെ പറയുന്ന കാര്യമാണ്. 2019 അതായത് അന്ന് കശ്മീരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ നീന്തി തുടിച്ചിട്ടാണ് അവർ പോയത്. ഈ നീന്തൽ പരിശീലനം ഈ മദ്രസയിലെ ഈ പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഭാഗമാണ് നല്ല നീന്തി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നീന്തൽ പരീക്ഷയുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ടെസ്റ്റ് ഉണ്ട് എന്നാണ്. പിന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മേധാവി മസൂദ് അസർ നമ്മളുടെ ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഓഡിയോകൾ ധാരാളം ഇറക്കിയിരുന്നു. അങ്ങയുടെ പ്രഭാഷണങ്ങളുടെ ഒക്കെ, നമ്മുടെ അയോധ്യ രാമക്ഷേത്രം തകർക്കും തുടങ്ങിയ ഭീഷണികളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ഇന്ത്യയെ അങ്ങനെ സുഖമായിട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിയാണ് അതിൻ്റെ അകത്തുള്ളത്. എന്നിട്ട് അയാൾ പറഞ്ഞിരുന്നു, അയാളുടെ സഹോദരിയുടെ ഭർത്താവ്, അനന്തരവൻ്റെ ഭാര്യ, ഒരനന്തരവള്, 5 കുട്ടികൾ, ഇത്രയും പേര് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ മയ്യത്ത് നമസ്കാരവും ഈ ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രം പൈസ കൊടുത്ത് തന്നെയാണ് ചെയ്തത് എന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ തറവാട്ടിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദ്, മസൂദ് അസറിൻ്റെ തറവാട്ടിൽ നിന്ന് ഒരുപാട് പേര് മറ്റേ ഹൂറിപാദം പോകിയിട്ടുണ്ട് ജിഹാദിൽ പങ്കെടുത്തിട്ട്. മയ്യത്ത് നമസ്കാരത്തിൻ്റെ കഥ അതാണ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വൻതോതിൽ ഈ ജിഹാദ് പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഈ ജെയ്ഷെ മുഹമ്മദ്. അവരുടെ രക്തസാക്ഷികളെയൊക്കെ വെച്ചിട്ട് വാട്സാപ്പ്, ടെലഗ്രാം വഴിയൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ റാലികൾ നടക്കുന്നുണ്ട്.
പിന്നെ ബഹവൽപൂരിൽ ധാരാളം ഹോർഡിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ മദ്രസയെ സംബന്ധിച്ചിട്ടുമൊക്കെ രക്തസാക്ഷികളെ സംബന്ധിച്ചുമൊക്കെ. ഈ മദ്രസ ഇരിക്കുന്നത് കറാച്ചി തുർക്കം ഹൈവേയിലാണ്. കറാച്ചി തുർക്കം ഹൈവേയിൽ മർക്കസ് സുബാൻ അള്ള. അപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം 2015 മുതൽ അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 15 ഏക്കറിൽ ജിംനേഷ്യം ഉണ്ട്, പിന്നെ സ്റ്റേബിൾസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ തൊഴുത്താണ്, ഈ കുതിര ലായവും ഒക്കെയാണ് ഈ പറയുന്നത്. 2019 ഫെബ്രുവരി 14 പുൽവാമ ആക്രമണം നടന്നു. അത് ആസൂത്രണം ചെയ്തത് ഈ ബഹവൽപൂരിലെ കേന്ദ്രത്തിലാണ്, പുൽവാമ. അതാണ് ഈ നീന്തൽക്കുളം നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. മസൂദ് അസർ, മുഫ്തി അബ്ദുൾ റവൂഫ് അസ്ഗർ, മൗലാന ഉമർ ഇവരൊക്കെ താമസിക്കുന്നത് ഈ ആസ്ഥാനത്താണെന്നാണ് വിശ്വസിക്കുന്നത്. പുൽവാമ കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ഈ മദ്രസ അവിടുത്തെ ഭരണകൂടം ഏറ്റെടുത്തു. ഇപ്പോൾ ഇയാള് മസൂദ് അസർ തടവിലാണ് എന്നൊക്കെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു. കാരണം ലോകരാഷ്ട്രങ്ങളുമൊക്കെ ഈ ഭീകരരാഷ്ട്രമായിട്ട് പാകിസ്ഥാന് പ്രഖ്യാപിക്കും, അതിന് ശേഷം പുൽവാമയ്ക്ക് ശേഷം എന്ന് വന്നപ്പോഴാണ് അല്ല ഞങ്ങൾ ഭീകരർക്കെതിരാണ്, ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിനെ ഞങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, മസൂദ് അസർ തടവിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് വെളിവായി മസൂദ് അസർ ഇവിടെ തന്നെ ഈ ബഹവൽപൂർ കേന്ദ്രത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വെറുതെ പറയുകയായിരുന്നു ഈ വീട്ടുതടങ്കൽ എന്നൊക്കെ. അയാൾ പരസ്യമായിട്ട് പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് അല്ല ഇതിൻ്റെയൊക്കെ ഉത്തരവാദി, ഈ പുൽവാമയുടെയൊക്കെ ഉത്തരവാദി. ഇപ്പോൾ മദ്രസയിൽ ജെയ്ഷെ മുഹമ്മദ് ഒന്നും പ്രവർത്തിക്കുന്നില്ല, അത് സാധാരണ ഒരു മദ്രസ എല്ലായിടത്തും നടക്കുന്ന പോലെ ഒക്കെയാണെന്ന് ഈ ബഹവൽപൂരിലെ ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസിൻ്റെ ഷസീബ് സയ്യിദ് അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പുറമെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ ഈ LOCയില് POKയിലും ഒക്കെ പുതിയ ക്യാമ്പുകൾ തുറക്കുന്നു എന്ന് പറഞ്ഞത്. POKയിൽ തന്നെ 4 ലോഞ്ചിങ് പാഡുകൾ പുതുതായിട്ട് തുറക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അടങ്ങുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളെ ഇനിയും ഇത്തരത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ കയറ്റിവിട്ട് ഭീകരപ്രവർത്തനം നടത്തുക, ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവർ പിൻവാങ്ങില്ല, അങ്ങനല്ലേ നമ്മൾ മനസ്സിലാക്കുക? അതെ, അവർ പിൻവാങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം ഇപ്പം ഈ അസിം മുനീർ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇല്ലേ, ഇത് ജൂഗുലർ വെയിൻ എന്നല്ലേ? അതെ, മറ്റേ കാശ്മീർ, അതെ, സിര അല്ലേ, അതെ, പ്രധാനപ്പെട്ട ഞരമ്പാണ്, കഴുത്തിലെ ധമനിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതറ്റം വരെയും പോവും. പല ബാഹ്യ സഹായങ്ങളുമൊക്കെ പ്രധാനമായിട്ടും ചൈന എന്തായാലും പാകിസ്ഥാൻ അടങ്ങാനായിട്ട് സമ്മതിക്കാനും സാധ്യതയില്ല. ചൈന എല്ലാ തരത്തിലും ആയുധം കൊണ്ടും പണം കൊണ്ടും. കാരണം കഴിഞ്ഞ ദിവസം വേറൊരു റിപ്പോർട്ട് വന്നിരുന്നു, നേരത്തെ കൊടുത്തിട്ടുള്ള വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വീണ്ടും പുതിയ വായ്പയായിട്ട് കൊടുക്കുന്നു. 26,000 കോടി രൂപ വരും. അത് പുതിയതായിട്ട് വായ്പ പാകിസ്ഥാന് ചൈന കൊടുക്കുന്നു എന്ന് ഇന്നലെ റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ ശരിക്കും പറയുമ്പോൾ അസിം മുനീർ ഏറ്റവും ഒടുവിൽ പറഞ്ഞേക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന സൈന്യം എന്ത് സഹായം വേണം ചെയ്യും കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി. അതായത് കാശ്മീരിലെ ജനത ഇപ്പോഴും അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. അതിനെ ഇന്ത്യ ഭീകരവാദമായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ UN വരെ അംഗീകരിച്ച് പ്രമേയം പാസ്സാക്കിയാണ്. അപ്പോൾ ഇവരുടെ പ്രകോപനം വീണ്ടും അവസാനിക്കുന്നില്ല. അവർ പട്ടിണി കൊണ്ട് തരിപ്പണമായിരിക്കുന്നു. എന്നിട്ടും എങ്ങനെ ഇതൊക്കെ സാധിക്കുക? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ഒരു രാജ്യം തകർന്നു എന്ന് പറയുമ്പോൾ ഈ വ്യക്തികളുടെ കാര്യമായാലും ആ അവസ്ഥയിൽ ആയ ഒരു വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിന് നിക്ഷിപ്ത താല്പര്യമുള്ളവർക്ക് വലിയ ആദർശശാലിയൊന്നും അല്ലെങ്കിൽ വളച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ഈ രാജ്യത്തിൻ്റെയും കാര്യം. കാരണം ഇപ്പോൾ ചൈന അവരുടെ ദാരിദ്ര്യം മുതലാക്കിയിട്ട് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു അല്ലേ, അവർക്ക് സാമ്പത്തിക 26,000 കോടി എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMFന്റെ അടുത്ത അടവൊക്കെ വരുമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ വിദേശ നാണ്യ ശേഖരം, ഫോറിൻ റിസർവ്സ് ഇത്ര ഉണ്ടാകണം
ഈ മാസം അവസാനം, ജൂൺ അവസാനമെന്ന് IMF പറഞ്ഞിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ചൈന ഇപ്പോൾ പൈസ കൊടുത്തത്, പണം കൊടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ജൂൺ 30 ഇത്രയും വിദേശ നാണ്യ ശേഖരമുണ്ട്. കാരണം വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞാൽ ഏതാനും ഡോളറുകളായിട്ട് ചുരുങ്ങുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഈ ആക്രമണമൊക്കെ നടത്തി അടുത്ത ദിവസം തന്നെ IMFൻ്റെ അടുത്ത ഗഡു അല്ലേ അമേരിക്കയിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു അവർക്ക്. അപ്പോൾ ഇന്ത്യ വൻ ശക്തിയാവുമ്പോൾ ഇന്ത്യയെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ വെറുതെ സഹായിക്കുകയല്ലോ, അവരുടെ ഭീകരത ഇങ്ങനെ തുടരണം എന്ന് വിചാരിച്ച് തന്നെയാണ് സഹായിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.